നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കളി തോറ്റു, എന്നിട്ട് എതിരാളിയെ ചവിട്ടിക്കൂട്ടാൻ ഓടുന്ന മാർക്കോസ് അക്യൂഞ്ഞയാണ് ഇന്നത്തെ താരം. അർജൻറ്റീനയുടെ സൂപ്പർ താരമായ മാർക്കോസ് അക്യൂഞ്ഞ അവരുടെ വേൾഡ് കപ്പ് ടീമിലൊക്കെ പ്രധാന റോൾ വഹിച്ച ആളാണല്ലോ. അതേപോലെ യൂറോപ്പിലെ കളിയൊക്കെ മതിയാക്കി സ്വന്തം നാട്ടിൽ റിവർ പ്ലേറ്റിൻ്റെ കളിക്കാരനാണ്. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഇൻ്റർ മിലാനോട് പൊട്ടി അർജൻറ്റീനയുടെ അവസാന പ്രതിനിധിയായ റിവർ പ്ലേറ്റും മടങ്ങിയിരിക്കുകയാണല്ലോ. ആ കളിയിലാണ് ഡെൻസൽ ഡംഫ്രീസുമായിട്ട് ചില പ്രശ്നങ്ങൾ അക്യൂഞ്ഞയ്ക്കുണ്ടാകുന്നത്. കളിക്ക് അവസാന ഘട്ടത്തിൽ പോലും അക്യൂഞ്ഞ അങ്ങനെ വിരലൊക്കെ ചൂണ്ടി ചിലതൊക്കെ പറയുന്നുണ്ട്. വിസിലടിച്ചു, കളി കഴിഞ്ഞു, വിസിലടിച്ചു, അക്യൂഞ്ഞ അതാ ഓടുന്നു ഡംഫ്രീസിനെ തല്ലാൻ. അതാണ് അതിലെ ഏറ്റവും രസകരമായ കാര്യം. എന്താണ് അദ്ദേഹത്തിന് അപ്പോൾ തോന്നിയെന്നറിയില്ല. എന്തായാലും അദ്ദേഹത്തെ തടയാൻ വേണ്ടി മറ്റ് താരങ്ങൾ പോകുന്നു. ഇൻ്റർ മിലാൻ്റെ കോച്ച് ചിയു വരുന്നു തടയാൻ വേണ്ടി. അർമാനി, റിവർ പ്ലേറ്റിൻ്റെ ഗോൾ കീപ്പർ അർമാനി പോയി പിടിച്ചു വെക്കുന്നു. താരങ്ങളെല്ലാം കൂടെ അക്യൂഞ്ഞയെ ഒരുവിധം പിടിക്കുമ്പോൾ മറുഭാഗത്ത് കൂടെ ഓടി ഡംഫ്രീസ് തല്ല് കിട്ടാതെ ടണലിലേക്ക് ഓടിക്കയറുകയാണ്. അപ്പം ആരാധകർ അവിടെ നിന്ന് ഈ കൊടി പിടിക്കുന്ന ആ പോള്, ആ വടിയും കൊടിയൊക്കെ ആയിട്ട് ഡംഫ്രീസിനെ എറിയുന്നുണ്ട്. പക്ഷേ ഡംഫ്രീസ് അതൊന്നും ഏൽക്കാതെ ടണലിലേക്ക് ഓടിക്കയറുകയാണ് ചെയ്തത്. എന്തായാലും ഇതിന്നിപ്പോൾ വലിയ രൂപത്തിൽ വാർത്തയായി മാറിയിട്ടുണ്ട്. TYC സ്പോർട്സൊക്കെ ഒരു നാണക്കേടെന്ന രൂപത്തിൽ തന്നെയാണ് ഇതിനെ എടുത്തിട്ടുള്ളത്. കാരണം കളി തോറ്റു കഴിഞ്ഞാൽ ആ രൂപത്തിലെടുക്കുക, അതിന് ഇങ്ങനെ ഇത്തരത്തിൽ പ്രതികരിക്കുക എന്നുള്ളത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും മാർക്കോസ് അക്യൂഞ്ഞയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ കളിയിൽ മോശമല്ലാത്ത പ്രകടനം നടത്തിയിട്ടുണ്ട്. എന്നിട്ടാണ് പിന്നെ അവസാനം ഈ രൂപത്തിലേക്കൊരു പ്രതികരണം ഉണ്ടായത് എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. TYC സ്പോർട്സിൽ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. 2022 ഖത്തർ വേൾഡ് കപ്പിലും ഈ താരങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നു. അന്ന് നമുക്കറിയാമല്ലോ, ഖത്തർ വേൾഡ് കപ്പിൽ നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തിയിരുന്നു പെനാൽറ്റി ഷൂട്ടൗട്ടിൽ അർജൻറ്റീന. ആ കളിയിൽ എക്സ്ട്രാ ടൈമിൽ റെഡ് കാർഡ് കിട്ടി ഡെൻസൽ ഡംഫ്രീസ് പുറത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. ഏതായാലും കളി പൊട്ടി പുറത്തായി. അക്യൂഞ്ഞയുടെ ഈ തല്ലാനോട്ടം വലിയ രൂപത്തിൽ നാണക്കേടായി. വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.